അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോൾ NRIസിൻ്റെ ഒരു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗതികൾ നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മാത്രം കണക്കെടുക്കുമ്പോൾ ഏകദേശം 3,03,476 കോടി രൂപയാണ് അക്കൗണ്ടുകളിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് ഡെഡ് മണി ആയിട്ട് കിടക്കുന്നത്. ഡെഡ് മണി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ലിറ്ററലി പറഞ്ഞാൽ ആ 3 ലക്ഷം കോടിയോളം രൂപ വെറുതെ ചുമ്മാ അവിടെ അക്കൗണ്ടിൽ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ വാല്യൂ ഒരു ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് അൺപ്രൊഡക്റ്റീവായിട്ട് അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ആ ഫണ്ട്സ് അവിടെ കിടക്കുകയാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് ലൈക്ക് ക്യാപിറ്റൽ അല്ല ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം, ലാക്ക് ഓഫ് സിസ്റ്റംസ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണക്കുകളിൽ ഏകദേശം 16,000 കോടി രൂപ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ മാത്രം ആഡ് ഓൺ ആയിട്ട് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ക്യാപിറ്റലാണ്. ഫെഡറൽ ബാങ്കിൽ മാത്രം 85 ലക്ഷം കോടി രൂപയാണ് കിടക്കുന്നത്. സോ അത്രയും വലിയൊരു എമൗണ്ടിൻ്റെ വളരെ കുറഞ്ഞൊരു പെർസെൻറ്റേജ് മാത്രം നമ്മളെ കേരളത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ കേരളത്തിന് വലിയ രീതിയിലുള്ള എക്കണോമിക്കൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഒരുപാട് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ സ്റ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള പല മൾട്ടിനാഷണൽ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ബിഗ്ഗർ VCസും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും കമ്പനീസും ഒക്കെയാണ് നമ്മളെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാട്ടിലെ കമ്പനീസിനെ ഓൺ ചെയ്തിട്ട് നമ്മളെ നാട്ടിലുള്ള കൺസ്യൂമർ സ്പെൻസിൻ്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സിലൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ റീസെൻറ്റ് ഡേയ്സിൽ കാണുന്നുണ്ടായി. അതൊക്കെ ചെയ്യുന്നത് മറ്റുള്ള അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ഗെയിൻ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന പുറത്തുള്ള ആൾക്കാരാണ്. അത് ശരിക്കും നമ്മളുടെ ആൾക്കാരുടെ തന്നെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വരുമാനം, അതിൻ്റെ ഫ്ലറിഷ്നെസ്സും അതിൻ്റെ ബെനിഫിറ്റ്സും ഇവിടെ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് ആ ക്യാഷ് ഫ്ലോ നമുക്ക് ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ്. സോ അതിന് നമുക്കിവിടെ റാക്കിനെ പോലത്തെ ഒരുപാട് സിസ്റ്റംസ് വരണം എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. റാക്ക് അതിനൊരു തുടക്കം മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി അവയർനെസ്സും അത്തരത്തിലുള്ള ട്രെയിനിങ്സും എല്ലാം നമ്മൾ NRIസിന് വേണ്ടിയിട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും അത്തരത്തിലൊരു എൻവയോൺമെൻറ്റിനെ ഇവിടെ ഒരുക്കിയെടുക്കുക, അതിനൊരു ഭാഗമാവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.